ചേട്ടന്റെ ഒരു ഹൈ എന്തായിരുന്നു ആ സമയത്ത്? എനിക്ക് ഞാൻ ലിറ്ററലി ഇത്രേ ഉള്ളൂ, താങ്ക്ഫുൾ ആയിരുന്നു. കാര്യം ഇത്രയും കൊല്ലം കഴിഞ്ഞത് വന്നല്ലോ. പ്രേക്ഷകർ നമ്മളത് ചെയ്യുമ്പം, പാട്ടുകൾ ചെയ്യുമ്പോൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് ഓഡിയൻസുമായിട്ട് അത് കണക്ട് ചെയ്യണം തന്നെയാണ്. അപ്പോൾ 9 വർഷത്തിന് ശേഷം ആയാലും അത് വന്നല്ലോ എന്നുള്ളൊരു വളരെ ഒരു കണ്ടെയ്ൻമെൻ്റ് ആയിരുന്നു, ഒരു തൃപ്തി. അടിപൊളി. താങ്ക്സ് ടു എവ്രി വൺ. കാരണം ആ പാട്ട് സോഷ്യൽ മീഡിയ എങ്ങനെയാണ് കയറി വന്നതെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ ഏതൊക്കെയോ റീലിൽ ഇപ്പം ലാപ്പത്ത ലേഡീസിലെ അന്നയും റസൂലിൻ്റെയും ഇതിലൊക്കെ വീഡിയോ ഇട്ടിട്ട് ഈ പാട്ട് ഇട്ട് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പ്രേക്ഷകർ കൂടുതൽ ആ പാട്ടിലേക്ക് അറ്റാച്ച്ഡ് ആവുകയും അതിൻ്റെ ഇമോഷൻ മനസ്സിലാവുകയൊക്കെ ചെയ്തു. ഇതിങ്ങനെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു ചേട്ടൻ അറിഞ്ഞത് എങ്ങനെയാ? ആരെങ്കിലും വിളിച്ചു പറഞ്ഞോ? ഇല്ല, ഞാൻ ആ സമയം എനിക്ക് തോന്നുന്നു ആ US ഒരു ട്രിപ്പ് ഒരു മാസത്തേക്ക് പെർഫോം ചെയ്യാനായിട്ട് പോകുന്നൊരു തുടക്കത്തിലാണ് ഇതിങ്ങനെ പതുക്കെ തുടങ്ങിയത്. അപ്പം ഞാനും പുള്ളിക്കാരിയും കൂടെ ട്രെയിനിൽ, വൈഫും കൂടെ എറണാകുളത്ത് പോയിട്ട് അവിടെ നിന്നാണ് ഞാൻ ഫ്ലൈ ചെയ്യേണ്ടിയിരുന്നത്. ഓൺ ദ വേ ഞങ്ങളിങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ട്രെയിനിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഒരു സംഭവം ഈ പാട്ട് ഇങ്ങനെ ടൈറ്റിൽ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇൻസ്റ്റയിലേ. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് അത് തന്നെ ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യപ്പെടുകയും ഞങ്ങൾ എന്താ പറ്റി ഈ പാട്ടിന് ഇപ്പം എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ പുള്ളിക്കാരി പറയും, നാട്ടിലെ പുള്ളിക്കാരി, ഞാൻ ഭയങ്കരമായിട്ട് ഒത്തിരി പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട്. എന്നെ കുറിച്ചല്ലേ ഞാൻ പറഞ്ഞു, പടകാളി എന്ന് പറഞ്ഞപ്പോൾ അതുപോലത്തെ ഒരു പാട്ടുണ്ടായിരുന്നു തമാശക്ക്.